ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ആസ് ആൽബർട്ട് ഐൻസ്റ്റീൻ സെറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇസ് നോ മാച്ച് ഫോർ നാച്ചുറൽ ഹ്യൂമൻ സ്റ്റുപ്പിഡിറ്റി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻസ് ചെയ്യുന്ന ഫൂളിഷ്നെസ് അല്ലെങ്കിൽ ഹ്യൂമൻസ് ചെയ്യുന്ന സ്റ്റുപ്പിഡിറ്റിയുമായിട്ട് ഒട്ടും ഈക്വൽ അല്ല. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പവറിനേക്കാൾ പവർഫുള്ളാണ് മനുഷ്യന്മാർ അല്ലാതെ ചെയ്യുന്ന സ്റ്റുപ്പിഡിറ്റി, ഫൂളിഷ്നെസ്. Human stupidity offers scope for expressions such as to put the cart before the horse when we do things in precisely the wrong way. അതായത് ഇവിടെ ഒരു ഫ്രേസ് പറഞ്ഞേക്കാം, നമ്മൾ തെറ്റിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. ഹ്യൂമൻസ് ചില കാര്യങ്ങൾ റോങ് ആയിട്ട് ചെയ്യും, ഓർഡറിലല്ലാതെ തെറ്റിപ്പോവും ചെയ്യുമ്പോൾ. സോ ഹാവ് യു എവർ ഫൗണ്ട് യുവർ സെൽഫ് ഇൻ സച്ച് എ സിറ്റുവേഷൻ? നിങ്ങൾക്കും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളും പെട്ടിട്ടുണ്ടോ? ഹൗ ഡിഡ് യു മാനേജ് ടു കം ഔട്ട് ഓഫ് ഇറ്റ്? ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചത്? അതർ പീപ്പിൾ മൈറ്റ് ഹാവ് ഹെൽപ്ഡ് യു. മറ്റുള്ളവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകാം. ഓർ ദി മെത്തേഡ്സ് ഓഫ് സയൻസ് മൈറ്റ് ഹാവ്. ചിലപ്പോൾ സയൻസിലെ ചില മെത്തേഡ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഓർ പെർഹാപ്സ് നേച്ചർ കെയിം ടു യുവർ ഹെൽപ്പ്. അല്ലെങ്കിൽ പ്രകൃതി തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടാവും. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ബൈ ആർ.കെ. നാരായൺ ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു സിറ്റുവേഷനൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ ആർ.കെ. നാരായണൻ്റെ എങ്ങനെയാണ് ഇവിടെ നറേറ്ററിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്, ആരാണ് ഹെൽപ്പ് ചെയ്തത് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. എൻജിൻ ട്രബിൾ, ആർ.കെ. നാരായൺ. There came to our town some years ago a showman who owned an institution called Gaiety Land. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ടൗണിലേക്ക് ഒരു ഷോമാൻ എന്ന് പറയുന്നത് കുറേ ഷോസൊക്കെ നടത്തുന്ന ആളുകളുണ്ടല്ലോ, പല ഷോസ് ഷോ നടത്തുന്ന ഒരാൾ വന്നു. ഹു ഓൺഡ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൾഡ് ഗേറ്റി ലാൻഡ്. അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ചെയ്യുന്നുണ്ട്, അതിൻ്റെ പേര് ഗേറ്റി ലാൻഡ് എന്നാണ്. അപ്പോൾ ഈ ഷോയുടെ പേര് തന്നെയാണ് ഗേറ്റി ലാൻഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ക്രൗഡ്സ് poured into the show from all over the district. ഒരുപാട് ആളുകൾ ഈ ഡിസ്ട്രിക്റ്റിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ പരിപാടി കാണാനായിട്ട് വന്നു. വിത്തിൻ എ വീക്ക് ഓഫ് ഓപ്പണിംഗ് ദേ കളക്റ്റഡ് നിയർലി 500 rupees എ ഡേ ഇൻ ഗേറ്റ് മണി എലോൺ. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ പരിപാടി തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ഷോയുടെ ആളുകൾ 500 രൂപ ഗേറ്റ് മണി മാത്രമായിട്ട് 500 രൂപ ഒരു ദിവസം കളക്ഷൻ കിട്ടിത്തുടങ്ങി. Gaiety Land provided us with all sorts of fun and gambling and side shows. ഗേറ്റി ലാൻഡിൽ ഒരുപാട് തരം ഫൺ, അതേപോലെ ഗാംബ്ലിംഗ്, പൈസ വെച്ചുള്ള ഗെയിംസൊക്കെ ഉണ്ടല്ലോ, സൈഡ് ഷോസ്, ഒരുപാട് അല്ലാതെയുള്ള ഷോസൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഫോർ എ കപ്പിൾ ഓഫ് അണ്ണാസ് വി കുഡ് വാച്ച് എനിത്തിങ് ഇൻ എനി ബൂത്ത്. കുറച്ച് പൈസ, അണ്ണാസ് എന്ന് പറയുന്നത് പൈസയാണ്, പണ്ട് പൈസേനെ അണ്ണാസ് എന്ന് പറയുന്ന പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വർഷം മുമ്പുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ പറയണം, അണ്ണാസ് വെച്ചിട്ട് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുമായിരുന്നു. ഫ്രം പെർഫോമിങ് പാരറ്റ്സ് ടു ക്രാക്ക് മോട്ടോർ സൈക്ലിസ്റ്റ് ലൂപ്പിംഗ് ദ ഡോം ഓഫ് ഡെത്ത്. അതായത് ട്രെയിൻ ചെയ്തേക്കുന്ന പാരറ്റ്സ് തുടങ്ങി മറ്റേ ഡോം ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരണക്കിണറിലുള്ള മോട്ടോർ സൈക്ലിസ്റ്റ് ഇങ്ങനെ റൈഡ് ചെയ്യില്ലേ, അത് അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഷോസിന് പോകുമ്പോൾ കാണില്ലേ, അതൊക്കെ തന്നെ. ദെർ വെർ ലോട്ടറീസ് ആൻഡ് ഷൂട്ടിംഗ് ഗാലറീസ്. അപ്പോൾ ലോട്ടറീസും വേറെ ഷൂട്ടിംഗ് ഗാലറീസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഹിയർ ഫോർ ജസ്റ്റ് 8 annas യു കുഡ് അക്വയർ പ്രൈസസ് ദാറ്റ് റേഞ്ച്ഡ് ഫ്രം പിൻ ക്വിഷ്യൻസ്, സ്യൂയിങ് മെഷീൻസ്, ക്യാമറാസ് ടു ഈവൻ എ റോഡ് എൻജിൻ. അപ്പോൾ അവിടെ 8 annas പ്രൈസസ് ഒക്കെ കിട്ടുമായിരുന്നു. പിൻ ക്വിഷൻ എന്ന് പറഞ്ഞാൽ പിൻ കുത്തി ഇങ്ങനെ വയ്ക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതേപോലെ തന്നെ തയ്യൽ മെഷീൻ, ക്യാമറാസ്, അതേപോലെ റോഡ് എൻജിൻ, ഇതൊക്കെ പ്രൈസായിട്ട് കിട്ടുമായിരുന്നു. 8 അണയുടെ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പ്രൈസായിട്ട് ആളുകൾക്ക് ഇത്രയും സാധനങ്ങൾ വരെ കിട്ടിയിരുന്നു. വൺ ഈവനിങ് ദേ ഡ്രൂ ദ ടിക്കറ്റ് നമ്പർ 1005. ഒരു വൈകുന്നേരം ടിക്കറ്റ് 1005 എടുത്തു. അവരത് അങ്ങനെ ഒരു ടിക്കറ്റിന് പ്രൈസ് അടിക്കുന്നതാണ് കേട്ടോ. ആൻഡ് ഐ ഹാപ്പൻ ടു ഓൺ ഇറ്റ്. ആ പ്രൈസ് എനിക്കാണ് കിട്ടിയത്. ഗ്ലാൻസിങ് ഡൗൺ ദ ലിസ്റ്റ് ദേ ഡിക്ലെയർഡ് ദാറ്റ് ഐ ഹാഡ് ബിക്കം ദ ഓണർ ഓഫ് ദ റോഡ് എൻജിൻ. ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ നോക്കിയപ്പോൾ എന്താ മനസ്സിലായത്, ഇയാൾക്ക് നമ്മുടെ നറേറ്റർ ഓൺ ചെയ്യുന്നത് ഒരു റോഡ് എൻജിനാണ്. ഗിഫ്റ്റ് പ്രൈസ് കിട്ടിയത് റോഡ് എൻജിനാണെന്ന് മനസ്സിലായി. ഡോണ്ട് ആസ്ക് മീ ഹൗ എ റോഡ് എൻജിൻ കെയിം ടു ബി ഇൻക്ലൂഡഡ് എമംഗ് ദ പ്രൈസസ്.
എന്നോട് ചോദിക്കരുത് എങ്ങനെയാണ് പ്രൈസിൽ റോഡ് എൻജിൻ വരുന്നത്. സാധാരണ പ്രൈസുകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒന്നും അല്ലല്ലോ. ഇത് പ്രൈസായിട്ട് വിൻ ചെയ്യുന്നത് റോഡ് എൻജിനാണ്. ഇദ്ദേഹത്തിന് റോഡ് എൻജിനാണ് കിട്ടിയേക്കണത്. എങ്ങനെ അത് വന്നു എന്ന് എന്നോട് ചോദിക്കരുത്. ഐ വാസ് സ്റ്റണ്ട്. പെട്ടെന്ന് അങ്ങനെ ആയിട്ടപ്പോൾ ഇങ്ങനെ ആകെ ഷോക്ക്ഡായി. പീപ്പിൾ ഗ്യാതേർഡ് അറൗണ്ട് ആൻഡ് ഗേസ്ഡ് അറ്റ് മീ ആസ് ഇഫ് ഐ വെർ എ സ്ട്രേഞ്ച് അനിമൽ. അപ്പോൾ ആളുകളെല്ലാം ചുറ്റും നോക്കി, ഞാൻ എന്തോ ഒരു സ്ട്രേഞ്ച് ഒരു അനിമലിനെ പോലെയാണ് എല്ലാവരും പിന്നെ എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ഇറ്റ് വാസ് നോട്ട് ദ സോർട്ട് ഓഫ് പ്രൈസ് വൺ കുഡ് ക്യാരി ഹോം അറ്റ് ഷോർട്ട് നോട്ടീസ്. പെട്ടെന്ന് ഒരാൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു പ്രൈസ് ആയിരുന്നില്ല എനിക്ക് കിട്ടിയത്. ഐ ആസ്ക്ഡ് ദ ഷോമാൻ ഇഫ് ഹീ വുഡ് ഹെൽപ്പ് മീ ടു ട്രാൻസ്പോർട്ട് ഇറ്റ്. ഞാൻ ഷോമാൻ്റെ ചോദിച്ചു, എന്നെ ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുമോ. ഹി ഡിക്ലൈൻഡ്. ഇയാൾ സമ്മതിച്ചില്ല, ഷോമാൻ സമ്മതിച്ചില്ല. ബട്ട് എഗ്രി ടു കീപ് ദ എൻജിൻ ഓൺ ദ ഗ്രൗണ്ട്സ് ടിൽ ദ എൻഡ് ഓഫ് ദിയർ സീസൺ. അവരുടെ സീസൺ അവസാനിക്കുന്നത് വരെ ഈ ഗ്രൗണ്ട്സിൽ തന്നെ ഇത് വെച്ചോളാനായിട്ട്, ഈ എൻജിൻ വെച്ചോളാനായിട്ട് സമ്മതിക്കുകയാണ്. ഐ ആസ്ക്ഡ് ഷോമാൻ ഇഫ് ഹി കുഡ് ഫൈൻഡ് മീ എ ഡ്രൈവർ. ഒരു ഡ്രൈവറിനെ കണ്ടുപിടിച്ച് തരാമോ. ഹി ജസ്റ്റ് സ്മൈൽഡ്. ഷോമാൻ അത് കേട്ടപ്പോൾ ചിരിക്കുമായിരുന്നു. കാണ്ട് ഐ സെൽ ഇറ്റ് ടു സം മുനിസിപ്പാലിറ്റി, ഐ ആസ്ക്ഡ് ഇന്നസെൻ്റ്ലി. അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, ഞാനത് മുനിസിപ്പാലിറ്റിക്ക് വിൽക്കട്ടെ. ഹി ബേഴ്സ്റ്റ് ഇൻ ടു എ ലാഫ്. അത് കേട്ടപ്പോൾ ഇയാൾ പൊട്ടിച്ചിരിക്കുകയാണ്. ആസ് എ ഷോമാൻ ഐ ഹാവ് ഇന്നഫ് ട്രബിൾ വിത്ത് മുനിസിപ്പൽ പീപ്പിൾ. ഒരു ഷോമാൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മുനിസിപ്പൽ ആളുകളായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഐ വുഡ് റാദർ കീപ്പ് ഔട്ട് ഓഫ് ദെയർ വേ. ഞാൻ അവരുടെ അടുത്ത് നിന്ന് മാറി നടക്കുന്നതാണ് നല്ലത്. മൈ ഫ്രണ്ട്സ് ആൻഡ് വെൽ വിഷസ് പോഡ് ഇൻ ടു കൺഗ്രാറ്റുലേറ്റ് മീ ഓൺ മൈ ലേറ്റസ്റ്റ് അക്വിസിഷൻ. നമ്മുടെ നരേറ്ററിൻ്റെ ഫ്രണ്ട്സും മറ്റുള്ളവരൊക്കെ വന്നിട്ട്, വെൽവിഷേഴ്സൊക്കെ വന്നിട്ട് കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം. നല്ലൊരു സമ്മാനം കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. എവറി ഡേ ഐ മെയ്ഡ് എ ട്രിപ്പ് ടു ദ ജിംഖാന ഗ്രൗണ്ട്സ് ടു ഹാവ് എ ലുക്ക് അറ്റ് മൈ എൻജിൻ. എല്ലാ ദിവസവും ഞാൻ ഈ ഗ്രൗണ്ടിൽ വന്നിട്ട് എൻ്റെ എൻജിൻ നോക്കും. ഐ ഗ്രൂ വെരി ഫോണ്ട് ഓഫ് ഇറ്റ്. എനിക്കിതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ ലവ്ഡ് ഇറ്റ്സ് ഷൈനിങ് ബ്രാസ് പാർട്സ്. അതിൻ്റെ ഷൈനിങ് ബ്രാസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന പാർട്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ സ്റ്റുഡ് നിയർ ഇറ്റ് and patted it affectionately, hovered about it and returned home every day only at the close of the show. ഞാൻ എല്ലാ ദിവസവും അതിൻ്റെ അടുത്ത് വന്ന് നിന്ന് നോക്കും, അതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുക. ഹോവേർഡ് എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുക. എന്നിട്ട് ഷോ അവസാനിക്കും മാത്രമേ ഞാൻ വീട്ടിൽ പോകുള്ളൂ. When the showman finally packed up, I received a notice from the municipality to collect my road engine. അങ്ങനെ ഷോ നിർത്തി, ഷോ തീർന്നു, സീസൺ കഴിഞ്ഞ് ഷോമാൻ പോവാണ്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നരേറ്ററിന് ഒരു ലെറ്റർ വന്നു, റോഡ് എൻജിൻ വേഗം കൊണ്ടുപോയിക്കൊള്ളണം. വെൻ ഐ വെൻ ദെയർ ദ നെക്സ്റ്റ് ഡേ ഇറ്റ് ലുക്ക്ഡ് നെഗ്ലക്റ്റഡ്. അതായത് പിറ്റേ ദിവസം ചെന്നപ്പോൾ അതിന് ആർക്കും വേണ്ടാതെ ഇങ്ങനെ എടുക്കുന്ന പോലെയാണ് കണ്ടത്. ദ ഷോമാൻ ഹാഡ് മൂവ്ഡ് ഓൺ ലിവിങ് ദ എൻജിൻ വെയർ ഇറ്റ് സ്റ്റുഡ്. ഷോമാൻ ആ എൻജിൻ എവിടെ ഇരുന്നത് അതവിടെ വെച്ചിട്ട് ഷോമാൻ പോയി. ഇറ്റ് വാസ് പെർഫെക്റ്റ്ലി സേഫ് ദോ. എന്നാൽ അത് സേഫ് ആയിരുന്നു. Soon I received a second notice from the municipality ordering that the engine should be removed with immediate effect. പിന്നെ അടുത്ത നോട്ടീസ് വരാണ്. ഇതിൽ പറയാണ് എൻജിൻ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റണം. അതർവൈസ് ദേ വുഡ് ചാർജ് റെൻറ്റ് ഫോർ ദ ഗ്രൗണ്ട്സ്. അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാർ ഈ ഗ്രൗണ്ടിൽ ഈ സംഭവം വെച്ചേക്കുന്നതിനുള്ള റെൻറ്റ് ചാർജ് ചെയ്യും. ആഫ്റ്റർ ഡീപ്പ് തോട്ട് ഐ കൺസെൻറ്റഡ് ടു പേ ദ റെൻറ്റ്. പിന്നെ ആലോചിച്ചിട്ട് ഇയാൾ തീരുമാനിക്കുകയാണ്, എന്നാൽ പിന്നെ ഇനിയും എന്താ റെൻറ്റ് പേ ചെയ്യാം, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. ഐ പെയ്ഡ് 10 rupees a month for the next 3 months. ഒരു മാസം 10 രൂപ എന്നുള്ള നിലയ്ക്ക് 3 മാസം റെൻറ്റ് പേ ചെയ്തു ഇദ്ദേഹം. ഡിയർ സിർസ്, ഐ വാസ് എ പുവർ മാൻ. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്. ഈവൻ ദ ഹൗസ് വിച്ച് മൈ വൈഫ് ആൻഡ് ഐ ഒക്യുപ്പൈഡ് കോസ്റ്റ് മീ ഓൺലി 4 rupees a month. ഞാനും എൻ്റെ ഭാര്യയും ജീവിക്കുന്ന വീടിന് ഒരു മാസം 4 രൂപയാണ് റെൻറ്റ്. പക്ഷേ എൻ്റെ ഈ എൻജിനിരിക്കുന്ന ഈ ഗ്രൗണ്ടിന് ഞാൻ പേ ചെയ്യുന്നത് ഒരു മാസം 10 രൂപയാണ്. ആൻഡ് ഫാൻസി മൈ പേയിങ് 10 rupees a month ഫോർ ദ റോഡ് എൻജിൻ. എന്താണ്, റോഡ് എൻജിന് വേണ്ടിയിട്ടാണ് ഈ 10 രൂപ മാസം അടയ്ക്കണമെന്ന് ഓർക്കുക. ഇറ്റ് കട്ട് ഇൻ ടു മൈ സ്ലെൻഡർ ബഡ്ജറ്റ് ആൻഡ് ഐ ഹാഡ് ടു പ്ലെഡ്ജ് എ ജുവൽ ഓർ ടു ബിലോങ്ങിങ് ടു മൈ വൈഫ്. അപ്പോൾ ശരിക്കും പറഞ്ഞത് ഇയാളുടെ ബഡ്ജറ്റിനെ അഫക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഭാര്യയുടെ സ്വർണം പണയം വയ്ക്കേണ്ട അവസ്ഥ വരാണ്. എവറി ഡേ മൈ വൈഫ് ആസ്ക്ഡ് മീ വാട്ട് ഐ പ്രപ്പോസ് ടു ഡു വിത്ത് ദ എൻജിൻ. എല്ലാ ദിവസവും ഭാര്യ ചോദിക്കും, ഇനിയിപ്പോൾ എൻജിൻ കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ. ഐ ഹാഡ് നോ ആൻസർ ടു ഗിവ് ഹെർ. അവളോട് പറയാൻ എനിക്ക് ഒരു ആൻസറും ഇല്ല. ഐ വെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ ദ ടൗൺ ഓഫറിങ് ഇറ്റ് ടു സെയിൽ ടു ഓൾ ആൻഡ് സൺട്രി. അത് വിറ്റ് കളയാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു. Someone suggested, meet the municipal chairman. He may buy it for the municipality. ചിലർ പറഞ്ഞു മുനിസിപ്പൽ ചെയർമാനൊന്ന് പോയി കാണി, ചിലപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ഇത് മേടിച്ചാലോ. വിത്ത് ഗ്രേറ്റ് അപ്രിഹെൻഷൻ ഐ വെൻറ്റ് ടു ദ മുനിസിപ്പൽ ഓഫീസ് ആൻഡ് എൻറ്റർഡ് ദ ചെയർമാൻസ് റൂം. അപ്പം എന്താണ്, ഭയങ്കര പേടിച്ച്, അപ്രിഹെൻഷൻ മീനിങ് ഒരു ആശങ്ക, പേടിച്ചിട്ട് ഞാൻ മുനിസിപ്പൽ ചെയർമാൻ്റെ അവിടെ ചെന്നു, മുനിസിപ്പൽ ഓഫീസിൽ ചെന്നു, ചെയർമാൻ്റെ റൂമിൽ കയറി.
ഐ മെൻഷൻഡ് മൈ ബിസിനസ്, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഐ ടോൾഡ് ഹിം ഐ വാസ് പ്രിപ്പയർഡ് ടു ഗിവ് അവേ ദ എൻജിൻ അറ്റ് എ ഗ്രേറ്റ് കൺസെഷൻ. ഒരു നല്ലൊരു കൺസെഷന് ഞാനിത് വിൽക്കാൻ റെഡിയാണ്. ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓണിങ് എ റോഡ് റോളർ. അപ്പോൾ ഈ സ്റ്റീം എൻജിനെ റോഡ് റോളർ എന്ന് ഇപ്പോഴാണ് മെൻഷൻ ചെയ്യുന്നത്. ഈ റോഡ് റോളറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് ഞാൻ അവിടെ പറയാൻ തുടങ്ങി. ബട്ട് ദാറ്റ് അറ്റംപ്റ്റ് ടു ടേൺഡ് ഔട്ട് ടു ബി ഫ്യൂട്ടൈൽ. പക്ഷേ അതിലും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതും എന്താ ഒരു നിസ്സാര കാര്യമായിട്ടാണ് അവർ കണ്ടത്. ഐ റിയലൈസ്ഡ് ദാറ്റ് ഐ വാസ് മേക്കിംഗ് മൈസെൽഫ് ബാങ്ക്രപ്റ്റ് മെയിൻറ്റെയിനിങ് ദ എൻജിൻ ഇൻ ദ ജിംഖാന ഗ്രൗണ്ട്. അതായത് വലിയൊരു കടം ബാധ്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ന് ഇയാൾക്ക് മനസ്സിലായി തുടങ്ങി. ഫ്രഷ് കോംപ്ലിക്കേഷൻസ് എറൗസ് വെൻ എ കാറ്റൽ ഷോ കെയിം. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു കാറ്റൽ ഷോ ആണ് ആ ഗ്രൗണ്ടിൽ വന്നത്. അപ്പോൾ അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയി കാര്യങ്ങൾ. ആൻഡ് ഐ വാസ് ഗിവൻ 24 hours ടു ഗെറ്റ് ദ തിങ് ഔട്ട് ഓഫ് ദ ഗ്രൗണ്ട്സ്. അതായത് ഞാൻ അവിടെ 24 മണിക്കൂർ നിൽക്കേണ്ടവരാണ്. ഐ ബിക്കെയിം ഡെസ്പറേറ്റ്. ദർ വാസ് നോട്ട് എ സിംഗിൾ പേഴ്സൺ ഫോർ 50 miles അറൗണ്ട് ഹു ന്യൂ എനിത്തിങ് അബൌട്ട് ഡ്രൈവിംഗ് എ റോഡ് എൻജിൻ. ഇതൊക്കെ ഭയങ്കര സങ്കടമായി. അതായത് ആർക്കും അറിയില്ല, അതായത് എങ്ങനെയാണ് ഇതൊന്ന് ഓടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാമെന്നൊരു സിംഗിൾ പേഴ്സണ് പോലും അറിയില്ല. ഐ ബെഗ്ഡ് എവറി പാസിംഗ് ബസ് ഡ്രൈവർ ടു ഹെൽപ്പ് മീ. ബസ് ഓടിച്ച് പോകുന്ന ഡ്രൈവേഴ്സിനോടൊക്കെ ഞാൻ ചോദിച്ചു. ബട്ട് വിതൗട്ട് യൂസ്. ഒരു ഗുണം ഉണ്ടായിരുന്നില്ല. ഐ ഈവൻ അപ്രോച്ച് ദ സ്റ്റേഷൻ മാസ്റ്റർ ടു പുട്ട് ഇൻ എ വേർഡ് വിത്ത് ദ മെയിൽ എൻജിൻ ഡ്രൈവർ. സ്റ്റേഷൻ മാസ്റ്ററിനോടും മെയിൽ എൻജിൻ ഡ്രൈവറിൻ്റെ അടുത്ത് ഇക്കാര്യം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. മീൻ വൈൽ ദ മുനിസിപ്പാലിറ്റി വാസ് പ്രസ്സിങ് മീ ടു ക്ലിയർ ഔട്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് മുനിസിപ്പാലിറ്റി എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒന്ന് എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകും. ഐ സോ ദ പ്രീസ്റ്റ് ഓഫ് ദ ലോക്കൽ ടെമ്പിൾ ആൻഡ് മാനേജ്ഡ് ടു ഗെയിൻ ഹിസ് സിമ്പതി. ഞാൻ ലോക്കൽ ടെമ്പിളിലെ പ്രീസ്റ്റിനെ കണ്ടു, പൂജാരിനെ കണ്ടു. പൂജാരിനോട് ഒന്ന് സിമ്പതി കിട്ടുമോ എന്ന് നോക്കി. ഹി ഓഫർഡ് മീ ദ സർവീസസ് ഓഫ് ഹിസ് ടെമ്പിൾ എലിഫൻറ്റ്. പൂജാരി എന്ത് ചെയ്തു? ടെമ്പിളിലെ എലിഫൻറ്റിൻ്റെ സർവീസസ് ഓഫർ ചെയ്തു. ഐ ഓൾസോ എൻഗേജ്ഡ് 50 coolies ടു പുഷ് ദ എൻജിൻ ഫ്രം ബിഹൈൻഡ്. 50 കൂലീസിനെ ഞാൻ വെച്ചു എൻജിൻ ബാക്കിൽ നിന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. യു മേ ബി ഷുവർ ദിസ് ഡ്രെയിൻഡ് ഓൾ മൈ റിസോഴ്സസ്. എൻ്റെ എല്ലാ പൈസയും ഇതിൽ ചിലവാക്കേണ്ടി വരും. ദ കൂലീസ് വാണ്ടഡ് 8 annas പെർ ഹെഡ്. 50 കൂലീസിന് വെച്ച് ഒരാൾക്ക് 8 അണ്ണ കൊടുക്കണം. ആൻഡ് ദ ടെമ്പിൾ എലിഫൻറ്റ് കോസ്റ്റ് മീ 7 rupees എ ഡേ ആൻഡ് ഐ ഹാഡ് ടു ഗിവ് ഇറ്റ് എ ഡേയ്സ് ഫീഡ്. ഒരു ദിവസം 7 രൂപയാണ് ടെമ്പിൾ എലിഫൻറ്റിന്. അതുമാത്രമല്ല ഒരു ദിവസത്തെ അതിൻ്റെ ഭക്ഷണവും കൊടുക്കേണ്ടി വരും. മൈ പ്ലാൻ വാസ് ടു ടേക്ക് ദ എൻജിൻ ഔട്ട് ഓഫ് ദ ജിംഖാന. എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഈ ജിംഖാനയുടെ പുറത്തേക്ക് ഈ എൻജിനെ എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഡൗൺ ദ റോഡ് ടു എ ഫീൽഡ് ദാറ്റ് വാസ് ഓൺഡ് ബൈ എ ഫ്രണ്ട്. എന്നിട്ട് ഒരു ഫീൽഡിൽ കൊണ്ട് വയ്ക്കണം. അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. ഐ ഓൾസോ ടുക്ക് ഇൻ ടു സർവീസ് വൺ ജോസഫ്. ഒരു ജോസഫ് എന്ന് പറയുന്ന ആളുടെ സർവീസും ചോദിച്ചു. ആൻഡ് ഡിസ്മിസ്ഡ് ബസ് ഡ്രൈവർ. ഡിസ്മിസ് ചെയ്തിട്ടുള്ള ഒരു ബസ് ഡ്രൈവറാണ് ജോസഫ്. ജോസഫ് സെഡ് ദാറ്റ് ഓൾദോ ഹി ന്യൂ നത്തിങ് ഓഫ് റോഡ് റോളേഴ്സ് ഹി കുഡ് നെവർലെസ് സ്റ്റീർ വൺ ഓഫ് ഇറ്റ് വാസ് സം ഹൗ കെപ്റ്റ് ഇൻ മോഷൻ. അതായത് നമ്മുടെ ഇത് എന്താ പറയുക, ഇയാൾക്ക് എൻജിൻ റോഡ് റോളേഴ്സിനെ കുറിച്ചിട്ട് വലിയ പണിയൊന്നുമില്ല, പക്ഷേ നമുക്കത് നോക്കാം എന്നുള്ള രീതിയിലായി. ഇറ്റ് വാസ് എ ഫൈൻ സൈറ്റ്. ദ ടെമ്പിൾ എലിഫൻറ്റ് യോക്ഡ് ടു ദ എൻജിൻ ബൈ മീൻസ് ഓഫ് സ്റ്റൗട്ട് റോപ്സ് വിത്ത് 50 determined men pushing it from behind and my friend Joseph sitting in the driving seat. അപ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നു. ടെമ്പിൾ എലിഫൻറ്റ് ഒരു കയർ വെച്ചിട്ട് ഇത് വലിക്കുന്നുണ്ട്. അതേപോലെ 50 ആളുകൾ ഇത് പുഷ് ചെയ്യുന്നുണ്ട് ബാക്കിൽ നിന്ന്. അതേപോലെ ഡ്രൈവിംഗ് സീറ്റിൽ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ജോസഫും ഇരിക്കുന്നുണ്ട്. എ ഹ്യൂജ് ക്രൗഡ് സ്റ്റുഡ് അറൗണ്ട് ആൻഡ് വാച്ച്ഡ് ഇൻ ഗ്രേറ്റ് ഗ്ലീ. അപ്പോൾ ഒരുപാട് ആളുകൾ അതുണ്ട്, എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദ എൻജിൻ ബിഗാൻ ടു മൂവ്. അപ്പോൾ എൻജിൻ മൂവ് ചെയ്ത് തുടങ്ങി. ഇറ്റ് സീംഡ് ടു മീ ദ ഗ്രേറ്റസ്റ്റ് മൊമെൻറ്റ് ഇൻ മൈ ലൈഫ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു മൊമെൻറ്റ്. അവിടെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. വെൻ ഇറ്റ് കെയിം ഔട്ട് ഓഫ് ദ ജിംഖാന ടു ദ മെയിൻ റോഡ് ദ എൻജിൻ ബിഗാൻ ടു ബിഹേവ് ഇൻ എ സ്ട്രേഞ്ച് മാനർ. ജിംഖാനയുടെ ഗ്രൗണ്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇത് വന്നപ്പോൾ എൻജിൻ വേറൊരു രീതിയിൽ പെരുമാറാൻ തുടങ്ങി. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് സ്ട്രെയിറ്റ് ഡൗൺ ദ റോഡ് ഇറ്റ് ബിഗാൻ ടു വോബിൾ ആൻഡ് സിഗ്സാഗ്. നേരെയല്ല, അതിങ്ങനെ വളഞ്ഞ് ചെരിഞ്ഞ് പോകാൻ തുടങ്ങി. ദ എലിഫൻറ്റ് ഡ്രാഗ്ഡ് ഇറ്റ് വൺ വേ. എലിഫൻ്റ് അത് ഒരു വഴി കൂടെ വലിക്കുന്നുണ്ട്. ജോസഫ് ടേൺഡ് ദ വീൽ വിത്തൗട്ട് എനി ഐഡിയ ഓഫ് വെയർ ഹി വാസ് ഗോയിങ്. ജോസഫ് എന്താണ് വീല് ടേൺ ചെയ്യണം, എവിടേക്ക് പോകണമെന്ന് പോലും അറിയില്ല. ദ 15 men behind it clung to it and pushed it just where they liked. അതിൻ്റെ കൂടെ നിന്ന് 50 ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇത് പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. ആസ് എ റിസൾട്ട് ഓഫ് ഓൾ ദിസ് കൺഫ്യൂസ്ഡ് ഡ്രാഗിങ് ദ എൻജിൻ റാൻ സ്ട്രൈറ്റ് ഇൻ ടു ദ വോൾ ഓഫ് ദ ഓപ്പോസിറ്റ് കോമ്പൗണ്ട് ആൻഡ് റെഡ്യൂസ്ഡ് എ ഗുഡ് ലെങ്ത് ഓഫ് ഇറ്റ് ടു പൗഡർ. ഇത് നേരെ ചെന്ന് ഓപ്പോസിറ്റ് ഉള്ള ഒരു മതിലിൽ ചെന്ന് ഇടിച്ചു. മതിൽ പൗഡർ രൂപത്തിൽ ഇങ്ങനെ പൊടിഞ്ഞു പോയി. അറ്റ് ദിസ്
The crowd let out a joyous yell. എല്ലാവരും ഒച്ചെടുക്കാൻ തുടങ്ങി ക്രൗഡ്. The elephant, disliking the behavior of the crowd, trumpeted loudly. ആളുകൾ ഒച്ചെടുത്ത് കേട്ടപ്പോൾ എലിഫൻറ്റിന് പെട്ടെന്ന് എന്താ പറയുക ദേഷ്യം വന്നു. അത് ഒച്ചയിൽ എന്താ പറയുക ഒച്ചെടുക്കാൻ തുടങ്ങി. ഇറ്റ് സ്ട്രെയിൻഡ് ആൻഡ് സ്നാപ്ഡ് ഇറ്റ്സ് റോബ്സ് ആൻഡ് കിക്ക് ഡൗൺ എ ഫർദർ ലെങ്ത് ഓഫ് ദ വാൾ. അപ്പോൾ എന്താ ചെയ്തത്, എലിഫൻറ്റിന് ദേഷ്യം വന്നു, കുറച്ചും കൂടെ വാളിൻ്റെ അത് നശിപ്പിച്ചു. The 50 men fled in panic. അവിടെ കൂലീസ് വന്നവരെല്ലാവരും പാനിക്കിൽ ഓടി. The crowd created a pandemonium. ആളുകളെല്ലാം ഭയങ്കര ഒച്ചപ്പാടും ലഹളയുണ്ടാക്കി. Someone slapped me in the face. ആളുകൾ ആരും വന്ന് എൻ്റെ മുഖത്ത് അടിച്ചിട്ടൊക്കെ പോകണ്ടായിരുന്നു. ഇറ്റ് വാസ് ദ ഓണർ ഓഫ് ദ കോമ്പൗണ്ട് വാൾ. അത് ആ കോമ്പൗണ്ട് വാളിൻ്റെ ഓണറായിരുന്നു. ദ പോലീസ് കെയിം ഓൺ ദ സീൻ ആൻഡ് മാർച്ച്ഡ് മീ ഓഫ്. പോലീസ് വന്നിട്ട് എന്നെ കൊണ്ടുപോയി. വെൻ ഐ വാസ് റിയലൈസ്ഡ് ഫ്രം ദ ലോക്കപ്പ് ഐ ഫൗണ്ട് ദ ഫോളോയിങ് കോൺസിക്വൻസസ് എവൈറ്റിംഗ് മീ. ഞാൻ ലോക്കപ്പിലിരുന്ന് ആലോചിക്കുകയാണ്, ഓക്കെ എൻ്റെ പേരിൽ ഇത്രയും ചാർജസ് വരുന്നു, എന്തൊക്കെയാണെന്ന് നോക്കാം. സെവറൽ യാർഡ്സ് ഓഫ് കോമ്പൗണ്ട് വാൾ ഹാഡ് ടു ബി ബിൽറ്റ് ബൈ മീ. ഒരുപാട് ഏരിയ വാൾസ് ഞാൻ റീബിൽഡ് ചെയ്ത് കൊടുക്കണം. ദ വേജസ് ഓഫ് ദ 50 men who ran away had to be paid. ഓടിപ്പോയ 50 കൂലീസിൻ്റെ പൈസ ഞാൻ കൊടുക്കണം. They would not explain how they were entitled to the wages when they had not done their job. അവർ ജോലി എന്താ ചെയ്തതെന്ന് പോലും അവർക്കറിയില്ല. അവരെങ്ങനെ എന്നോട് ഇത്ര രൂപ കൂലിയായിട്ട് തന്നെമെന്ന് പറയുമെന്ന് എനിക്കറിയില്ല. ജോസഫ്സ് ഫീ ഫോർ സ്റ്റിയറിംഗ് ദ എൻജിൻ ഓവർ ദ വാൾ ഹാഡ് ടു ബി പെയ്ഡ്. വാളിൽ കൊണ്ടിടിപ്പിച്ച് എൻജിൻ കൊണ്ടിടിപ്പിച്ച് ജോസഫിൻ്റെ പൈസ കൊടുക്കണം. ദ മെഡിസിൻ ബിൽ ഫോർ ദ ടെമ്പിൾ എലിഫൻസ് ഇഞ്ചുറീസ് വൈൽ കിക്കിംഗ് ഡൗൺ ദ വാൾ ഹാഡ് ടു ബി പെയ്ഡ്. ടെമ്പിൾ എലിഫൻറ്റ് വാള് മറിച്ചിട്ടെന്ന് പറഞ്ഞല്ലോ, ഇടിച്ച് തകർത്തു, അതിൻ്റെ മരുന്നിൻ്റെ കാശ് കൊടുക്കണം എലിഫൻറ്റിൻ്റെ ഇഞ്ചുറീസിൻ്റെ. ഹിയർ അഗെയിൻ ദ ടെമ്പിൾ അതോറിറ്റീസ് വുഡ് നോട്ട് ലിസൺ വെൻ ഐ പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് ഐ ഡിഡ്ന്റ് എൻഗേജ് ദ എലിഫൻറ്റ് ടു ബ്രേക്ക് ഡൗൺ ദ വാൾ. ടെമ്പിളിലെ ആളുകൾ പറഞ്ഞാൽ മനസ്സിലാവും, ഞാനല്ല ഈ എലിഫൻറ്റിനോട് അത് നശിപ്പിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ദ ഡിമാൻഡ് ടു മൂവ് ദ എൻജിൻ ഔട്ട് ഓഫ് ഇറ്റ്സ് പ്രസൻറ്റ് സ്റ്റേഷൻ. അതുകൂടാതെ ഇപ്പോൾ എൻജിൻ എവിടെയിരിക്കണേ അതിൽ നിന്ന് അതിനെടുത്ത് മാറ്റണം. ഐ വാസ് അറ്റ് ഇൽ റോസ്റ്റ്. വാട്ട് കുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യും? ഒന്നാമത് നഷ്ടത്തിലാണ്. ഐ ഹാഡ് നോ മോർ മണി ടു സ്പെൻഡ്. എൻ്റെ കയ്യിൽ പൈസ പോലും ഇല്ല എനിക്ക് സ്പെൻഡ് ചെയ്യാൻ. ആൻഡ് മൈ വൈഫ് റെഫ്യൂസ് ടു പാർട്ട് വിത്ത് ഹെർ താലി, ദ ലാസ്റ്റ് ഓഫ് ഹെർ ജുവൽസ്. ഇനി താലിമാല മാത്രമേ വിൽക്കാനുള്ളൂ, ഭാര്യ അത് തരില്ല. ഹവർ നേച്ചർ കെയിം ടു റെസ്ക്യൂ ഇൻ ആൻ അൺഎക്സ്പെക്റ്റഡ് മാനർ. ഇവിടെയാണ് നമ്മുടെ പ്രകൃതി ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വരുന്നത്. യു മേ ഹാവ് ഹേർഡ് ഓഫ് ദ എർത്ത് ക്വേക്ക് ഓഫ് ദാറ്റ് ഇയർ. ആ വർഷം സംഭവിച്ച എർത്ത് ക്വേക്കിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിച്ച് ഡിസ്ട്രോയ്ഡ് ഹോൾ ടൗൺസ് ഇൻ നോർത്തേൺ ഇന്ത്യ. നോർത്ത് ഇന്ത്യയിലെ കുറേ ടൗൺസിനെ അത് നശിപ്പിച്ചിരുന്നു. ദർ വാസ് എ റീവേർബറേഷൻ ഓഫ് ഇറ്റ് ഇൻ അവർ ടൗൺ ടു. അതിൻ്റെ ഒരു റീവേർബറേഷൻ, ഒരു മുഴക്കം ഞങ്ങളുടെ ടൗണിലും ഉണ്ടായിരുന്നു. വി വെർ ത്രോൺ ഔട്ട് ഓഫ് അവർ ബെഡ്സ് ദാറ്റ് നൈറ്റ് ആൻഡ് ഡോർസ് ആൻഡ് വിൻഡോസ് റാറ്റിൽഡ്. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് ബെഡിൽ നിന്നും ഒക്കെ ഇറങ്ങി ഓടേണ്ടി വന്നു, അവിടെ എല്ലാം ഭൂമി കുലുങ്ങാണ്. നെക്സ്റ്റ് മോർണിംഗ് ഐ വെൻറ്റ് ഓവർ ടു ടേക്ക് എ ലാസ്റ്റ് ലുക്ക് അറ്റ് മൈ എൻജിൻ ബിഫോർ ലീവിങ് ദ ടൗൺ. ഞാൻ ഈ ടൗണിൽ നിന്ന് പോകുന്നതിനൊക്കെ മുമ്പ് എൻ്റെ എൻജിനെ ഒന്നുകൂടി കാണാൻ ഞാൻ പോയി. ഐ കുഡ് ഹാർഡ്ലി ബിലീവ് മൈ ഐസ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എൻ്റെ കണ്ണുകൾക്ക്. ദ എൻജിൻ വാസ് നോട്ട് ദെയർ. എൻജിൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഐ ലുക്ക്ഡ് അബൌട്ട് റേസ്ഡ് എ ഹ്യൂ ആൻഡ് ക്രൈ. ഞാൻ നോക്കിയിട്ട് ഒരു എന്താ പറയുക ഒച്ചപ്പാടെടുത്തു. സെർച്ച് പാർട്ടീസ് വെർ അറൗണ്ട്. The engine was found in a disused well nearby with its backup. എന്താ അവിടെ എൻജിൻ ഇങ്ങനെ എന്താ ബാക്ക് സൈഡ് മുകളിലേക്കായിട്ട് കിടന്ന് ഇങ്ങനെ മറിഞ്ഞ് കിടക്കാണ്, കാണാൻ പിക്ചറിൽ. ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി വാസ് സോ പ്ലീസ്ഡ്. ദ വെൽ വാസ് കവേർഡ് അറ്റ് ലാസ്റ്റ് ദാറ്റ് ഹീ പ്രോമിസ്ഡ് ടു പേ ഓഫ് ഓൾ മൈ ഡെറ്റ്സ്. എന്താണ് ലാസ്റ്റ് ആ വെല്ല് കവറായി കിടക്കുന്നുണ്ട്. ഓക്കെ, അതായത് അതെനിക്ക് തോന്നുന്നു പുള്ളി അവിടുത്തെ ഒരു കിണറിലേക്കാണ് മറിഞ്ഞ് വീണേക്കണത്. കണ്ടോ, അത് ലാസ്റ്റ് മൂടാൻ പറ്റി. അതാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് ഇയാൾ പ്രോമിസ് ചെയ്തു, ആ പ്രോപ്പർട്ടിയുടെ ഓണർ പ്രോമിസ് ചെയ്യാണ്, എന്താ നിങ്ങളുടെ എല്ലാ ബാധ്യതകളും ഞാൻ അടച്ചു തീർത്തോളാം. ഹി ഈവൻ ഓഫേർഡ് മീ സം മണി ഇൻ ഫർദർ പേയ്മെൻറ്റ് വിച്ച് ഐ റിഫ്യൂസ് ടു അക്സെപ്റ്റ്. അതുകൂടാതെ എൻ്റെ ബാധ്യതകളെല്ലാം അടച്ചു തീർത്തോളാം എന്ന് പറഞ്ഞു. അതുകൂടാതെ എനിക്ക് കുറച്ച് പൈസയും കൂടെ തന്നു, പക്ഷേ അത് ഞാൻ മേടിച്ചില്ല. സോ ഇതാണ് നമ്മുടെ സ്റ്റോറി. ഇനി ആർ.കെ. നാരായണനെ പറ്റി പറയാം. അദ്ദേഹം 2001 മരിച്ചത് കേട്ടോ. ഇസ് വൈഡ്ലി റിഗാർഡഡ് ആസ് വൺ ഓഫ് ഇന്ത്യസ് ഫൈനസ്റ്റ് ഇംഗ്ലീഷ് റൈറ്റേഴ്സ്. ഇന്ത്യയിൽ നന്നായിട്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്ങിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആളാണ് ഇദ്ദേഹം. നാരായൺ സിമ്പിൾ ഹ്യൂമറസ് റൈറ്റിംഗ് സ്റ്റൈൽ ക്യാപ്ചേഴ്സ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ് ഇൻ എ ഫിക്ഷണൽ ഇന്ത്യൻ വില്ലേജ് മാൽഗുഡി. അദ്ദേഹത്തിൻ്റെ കഥകളിൽ അദ്ദേഹം തന്നെ പേര് കൊടുത്തിട്ടൊരു
സ്ഥലമുണ്ട് മാൽഗുഡി, വിച്ച് സെർവ്സ് ആസ് എ സെറ്റിംഗ് ഫോർ മെനി ഓഫ് ഹിസ് സ്റ്റോറീസ്. ഒരുപാട് കഥയിലെ സെറ്റിംഗ് അതാണ്. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ദ ഗൈഡ്, ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ഗൈഡ് എന്നുള്ളത്. അത് സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇന്ത്യാസ് നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ്. അപ്പോൾ അവാർഡ് കിട്ടിയതാണ്. ഇറ്റ് വാസ് ലേറ്റർ അഡാപ്റ്റഡ് ഇൻ ടു എ പോപ്പുലർ ഫിലിം, പിന്നീട് അതൊരു സിനിമയാക്കിയിട്ടുണ്ട്. എമംഗ് ഹിസ് അതർ വർക്ക്സ് ആർ ഓവർ 200 ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് ഓട്ടോബയോഗ്രഫി. മൈ ഡേയ്സ്, എ കളക്ഷൻ ഓഫ് എസ്സേസ്, മൈ ഡേറ്റ്ലെസ് ഡയറി ആൻഡ് റീടെല്ലിങ്സ് ഓഫ് ദ ഇന്ത്യൻ എപ്പിക്സ്, ദ രാമായണ ആൻഡ് ദ മഹാഭാരത. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ആണ് കേട്ടോ. നാരായൺ ഹാസ് റിസീവ്ഡ് സെവറൽ ഓണേഴ്സ് ഇൻക്ലൂഡിംഗ് ദ പത്മവിഭൂഷൺ ഇൻ 2000. നാരായണന് ഒരുപാട് അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട് 2000. ഹി വാസ് നോമിനേറ്റഡ് ടു രാജ്യസഭ ഇൻ 1986. അപ്പോൾ ആർ കെ നാരായൺ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഫൈൽ റൈറ്റിങ്ങിന് 100% ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കിയിട്ട് പോകണം. ഓക്കെ, സോ നിങ്ങൾക്ക് ഷോർട്ട് സ്റ്റോറി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ആക്ടിവിറ്റീസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.